അല്ലെങ്കിൽ കറുത്തവർ എന്ന് പറയുന്നത് വെളുത്തവരെക്കാട്ടിൽ കുറഞ്ഞ ആളുകളാണ്, വെളുത്തവർ എന്ന് പറയുന്നത് ഇവരെക്കാട്ടിലും സുപ്പീരിയർ ആണ് എന്നുള്ള വാദം എബ്രഹാം ലിങ്കൻ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എബ്രഹാം ലിങ്കൻ എങ്ങനെയാണ് നിങ്ങൾക്ക് നേതാവാകുന്നത്? അദ്ദേഹം എങ്ങനെയാണ് ആധുനികനാകുന്നത്? അദ്ദേഹം എങ്ങനെയാണ് ഈ പറയപ്പെട്ട പുതിയ നൂറ്റാണ്ടിന്റെ സമത്വത്തിന്റെ വക്താവായിട്ട്? എന്നാൽ ലിയാഖത്ത് അലിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർവികരില്ലാത്ത ആളുകളാണ്, അവർക്ക് മുൻഗാമികളില്ല. അവർ ഈ കാലഘട്ടത്തിൽ ആരോ ഉണ്ടാക്കി കൊടുത്ത പുതിയ സാമൂഹ്യ സാഹചര്യത്തെ ഒരു ഫാൻ ബോയ് എന്നുള്ള നിലയിൽ പ്രേമിക്കുന്ന ആളുകളാണ്. എന്നിട്ട് അവർ പറയുകയാണ് ഇതൊക്കെ നമ്മുടെ പരിപാടിയാണ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ ജാലിയൻ കണാറിന്റെ പോലെയുള്ള ചില വിടലുകൾ മാത്രമാണ് എന്ന് ഈ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ആളുകൾ വിലയിരുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, നമ്മൾ മനുഷ്യന്റെ ചരിത്രം നിഷ്പക്ഷമായി പഠിക്കുകയാണെങ്കിൽ അവൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമായി അടിമ സമ്പ്രദായം ചരിത്രാതീത കാലം മുതലേ നിലനിൽക്കുന്നു നമുക്ക് കാണാം. നമുക്കിന്ന് ലഭ്യമാകുന്ന രേഖകൾ നോക്കിയാൽ അത് BC 3200 കാലഘട്ടം മൂലം കാണുന്ന മെസോപ്പൊട്ടോമിയൻ സംസ്കാരങ്ങളിൽ അവിടെ നിന്ന് നമുക്ക് ലഭിച്ച കോഡ് ഓഫ് ഉർണുമൂല്, അതേപോലെ തന്നെ അവിടുത്തെ ഒരു മെസോപ്പൊട്ടോമിയൻ സിറ്റി ആയിട്ടുള്ള യശുന്നയുടെ നിയമങ്ങളിൽ, അതേപോലെ ലിബത്ത് ഇഷ്താർ കോഡിൽ, ഹമുറാബി കോഡിൽ അടക്കം, അതേപോലെ തന്നെ പുരാതന ചൈനയിലെ ഷാങ് ഡൈനാസ്റ്റിയിൽ, പുരാതന ഈജിപ്റ്റ്, പുരാതന ഇസ്രയേൽ, പുരാതന അസീറിയൻ കിങ്ഡം, നമ്മുടെ ഇന്ത്യയിലെ മൗര്യൻ എംപയർ, ഗുപ്ത എംപയർ, ഗ്രീസിൽ, റോമിൽ അടക്കം എല്ലാ സ്ഥലങ്ങളിലും ഈ പറയപ്പെടുന്ന സ്ലേവറി നിലനിന്നിരുന്നു എന്ന് കാണാം. അത് BC കാലഘട്ടത്തിൽ മാത്രമല്ല, അത് ക്രിസ്ത്യൻ ഇറയിലേക്ക് നമ്മൾ കടന്നാൽ ഈ ക്രൈസ്തവ ബൈസാൻഡിയൻ സാമ്രാജ്യത്തിലും പേർഷ്യൻ സാമ്രാജ്യത്തിലും യഹൂദ കമ്മ്യൂണിറ്റിയിലും അതേപോലെ മക്കയിലെ അറബി ഗോത്രങ്ങളിലും ഒക്കെ തന്നെ ഈ സ്ലേവറി നിലനിന്നിരുന്നു എന്ന് കാണാം. അതേപോലെ തന്നെ 11, 13 നൂറ്റാണ്ട് കാലഘട്ടത്തിലെ കുരിശു പോരാളികൾ അവർ സ്ലേവറി കൊണ്ടു നടന്നതായിട്ട് കാണാം. 15 മുതൽ 19 നൂറ്റാണ്ട് വരെ നിന്നിരുന്ന ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡിൽ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ പറയപ്പെടുന്ന സ്ലേവ് ട്രേഡിൽ പങ്കെടുത്തിരുന്നുവെന്ന് കാണാം. എന്ന് മാത്രമല്ല, ഈ സനാതനവാദികളുണ്ടല്ലോ, ഹിന്ദുത്വവാദികൾ, അവരുടെ മനുസ്മൃതിയിൽ നമ്മൾ നോക്കിയാൽ സ്ലേവറി കാണാം. ക്രൈസ്തവ സഭാപിതാക്കന്മാർ അവർ സ്വയം ധാരാളം സ്ലേവുകളെ ഓൺ ചെയ്തിരുന്നുവെന്ന് കാണാം. അതേപോലെ ക്രൈസ്തവ മൊണാസ്ട്രീസ് അത് നടന്നിരുന്നത് സ്ലേവുകളെ കൊണ്ടാണെന്ന് കാണാം. അതേപോലെ തന്നെ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള അരിസ്റ്റോട്ടലും പ്ലേറ്റോയും ഒക്കെ അതിനെ ന്യായീകരിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ 18, 19 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാർ അവരൊക്കെ 600-ലധികം സ്ലേവുകളെ ഓൺ ചെയ്തവരായിരുന്നു എന്ന് കാണാം. അതേപോലെ ആധുനിക ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ഐസക് ന്യൂട്ടൺ, അതേപോലെ എഡ്മണ്ട് ഹെയ്ലി തുടങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളും ഈ പറയപ്പെടുന്ന സ്ലേവറിയുമായിട്ട് ഒന്നെങ്കിൽ അവർ സ്ലേവിനെ ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ അവർ സ്ലേവ്സിനെ വെച്ചുകൊണ്ടുള്ള കച്ചവടത്തിലോ അങ്ങനത്തെ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടാണ് അവർ ജീവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ മനുഷ്യൻ്റെ 4000 വർഷത്തോളം വരുന്ന കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ നിയമവ്യവസ്ഥിതിയുടെ ഭാഗമായി നിലനിന്നിരുന്ന ഈ സ്ലേവറി നമുക്കറിയുന്നത് പോലെ യുദ്ധക്കുറ്റവാളികൾ, അതേപോലെ സമൂഹത്തിൽ ചില ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളെ, അതേപോലെ തന്നെ കടം വാങ്ങിയതിന് ശേഷം അത് തിരിച്ച് വീട്ടാൻ കഴിയാത്ത സാഹചര്യത്തിലൊക്കെ അന്നത്തെ കോടതികൾ ഈ ആളുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിനെ താത്തുകൊണ്ട് ഇദ്ദേഹം ആരിൽ നിന്നിട്ടാണോ കടം വാങ്ങിയിട്ടുള്ളത് ആ ആളുടെ കീഴിൽ ജോലിക്കാരനായി തുടരുക എന്നൊക്കെയുള്ള പല രൂപത്തിലാണ് സ്ലേവറി നിലനിന്നിരുന്നത്. എന്നാൽ 15, 16 നൂറ്റാണ്ടായപ്പോൾ ഇതിൻ്റെ ഒരു രീതിക്ക് മാറ്റം വന്നു. നിയമാനുസൃതമായി ഒരു രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നടന്നിരുന്ന ഈ സ്ലേവറിയെ യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകൾ അവർ ആദ്യമായിട്ട് ഈ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും കരീബിയൻ ഐലൻഡ്സും ഒക്കെ കണ്ടെത്തിയപ്പോൾ ആ നാട്ടിൽ അവിടെയുള്ള റിസോഴ്സുകൾ ഇവരുടെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, അവിടെ പണിയെടുപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് കുറേ അടിമകളെ ആവശ്യമായിട്ട് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ ആഫ്രിക്കൻ നാടുകളിലേക്ക് കടന്നു കയറുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എൻസ്ലേവ് ചെയ്തുകൊണ്ട് അവർ ഈ പറയപ്പെടുന്ന നാടുകളിൽ എത്തിച്ച് പണി ചെയ്യിപ്പിച്ചിട്ട് ഇവരുടെ നാട്ടിലേക്ക് അവരുടെ വിഭവങ്ങൾ കൊണ്ടുപോകുന്നൊരു സാഹചര്യം വന്നു. അങ്ങനെ മാർപ്പാപ്പ വീതിച്ചു കൊടുത്ത ഈ പോർച്ചുഗലിൻ്റെയും സ്പെയിൻ്റെയും കോളനിയിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി അവിടെ സ്ലേവ് ട്രേഡ് രൂപപ്പെടുകയും ആ ബിസിനസ്സിലേക്ക് ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പങ്കെടുക്കുകയും അവിടെ ഈ പറയപ്പെടുന്ന ആഫ്രിക്കക്കാരെ സംരക്ഷിക്കാൻ യാതൊരു നിയമവുമില്ലാതെ അവരുടെ നാടുകൾ തീയിട്ട് അവിടെ കൊള്ളയിട്ട് അവിടെ നിന്ന് ഓടി വരുന്ന ജനങ്ങളെ പിടിച്ച് സ്ലേവുകളാക്കി ഈ നാടുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അത് വലിയ തോതിൽ നടന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അതിനെതിരെ ധാരാളം പ്രക്ഷോഭങ്ങളുണ്ടായി. അങ്ങനെ ഏറ്റവും അവസാനം ഈ സ്ലേവറി എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നതുകൊണ്ട് ഈ ഇടപാട് തന്നെ നിർത്താൻ ലോകരാഷ്ട്രങ്ങൾ തീരുമാനിക്കുകയും അങ്ങനെ 19, 20 നൂറ്റാണ്ടായപ്പോൾ ഈ സ്ലേവറി ലോകത്ത് നിന്ന് പൂർണ്ണമായിട്ട് ബാൻ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ ചരിത്രം കൃത്യമായി മനസ്സിലാക്കാതെ ഒരു സാമൂഹിക മാറ്റം ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യം പിന്നീട് അത് നിർത്തേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്ന അതിന് ഉപോത്ബലകമായി വരുന്ന എന്തൊക്കെ ഘടകങ്ങളാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിലേക്ക് വരിക, അതിനെത്ര ദൈർഘ്യമുണ്ടാവും എന്നൊന്നും മനസ്സിലാക്കാത്ത ചില ആളുകൾ
അവർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ആളുകൾ ചെയ്തതാണ് എന്ന രൂപത്തിലാണ് ഈ എമുക്കളും യുക്തിവാദികളായിട്ടുള്ള ആളുകളും കുറച്ച് നാളുകളായിട്ട് ഈ കേരളത്തിൽ കടന്ന് വർത്തമാനം പറയുന്നത്. ഈ അടിമ നിരോധന വിഷയത്തിൽ ഇവർക്ക് പ്രത്യേകിച്ച് യാതൊരു റോളും ഇല്ലെങ്കിലും ഈ ജാലിയൻ കണാരൻ അല്ലെങ്കിൽ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഇതൊക്കെ നമ്മുടെ പരിപാടികളാണ് എന്ന മട്ടിൽ അതിൻ്റെ കുത്തകാവകാശം ഏറ്റെടുക്കുകയും അതിൻ്റെ വക്താക്കൾ ചമഞ്ഞുകൊണ്ട് അവർ ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിനുവേണ്ടി കേരളത്തിലെ എമുക്കളുടെ നേതാവ് ഒരു സംവാദം ഇവിടെ സംഘടിപ്പിച്ചു. ആ സംവാദകൻ തന്നെ ആ പരിപാടിയുടെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. പറഞ്ഞില്ലേ, സംവാദം നടക്കാൻ പോവാണ്. വിഷയം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും. രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ആധുനികതയിൽ അടിമത്തമോ എന്ന് ആലോചിക്കുന്ന ആൾക്കാരുണ്ട്, ചോദിക്കുന്ന ആൾക്കാരുണ്ട്, പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇസ്ലാമിൽ അടിമത്തം എന്ന വിഷയത്തിൽ വലിയ അത്ഭുതമൊന്നും ആരും പ്രകടിപ്പിക്കുന്നുമില്ല. നമുക്കറിയാം, മാനവിക രാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും നീചമായ ഒരു വ്യവസ്ഥിതിയായിരുന്നു അടിമത്തം. ആ അടിമത്തത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതവുമായി ബന്ധപ്പെടുത്തി ഇസ്ലാമിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കാലത്തും തുടർന്ന് ഇങ്ങോട്ടുള്ള ഇസ്ലാമിക പ്രമാണങ്ങളിലും അടിമത്ത വ്യവസ്ഥിതിയെ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതിയെക്കുറിച്ച്, ഇസ്ലാം അടിമത്തത്തെ അംഗീകരിച്ചു കൊടുത്തതിനെ കുറിച്ചൊക്കെ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇപ്പോഴും 2024 നമ്മുടെ നാട്ടിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഈ അതിനെന്താ കുഴപ്പം എന്നത്. അങ്ങേയറ്റം മാനവിക വിരുദ്ധമായ അടിമത്തം പോലെ നീചമായ ഒരു വ്യവസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോഴാകുമ്പോൾ ആ അതിനെന്താ കുഴപ്പം ഏറ്റുപിടിക്കാൻ ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഞെട്ടലുളവാക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 5 കാര്യങ്ങളാണ് ലിയാഖത്തിനോട് പറയാനുള്ളത്. ഒന്ന്, ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഈ ആധുനിക സമൂഹത്തിൻ്റെ ആളാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ അടിമ നിരോധനത്തിൻ്റെ ഭാഗത്താണ് ഇദ്ദേഹം നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇന്ന് നിലവിലുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആധുനിക സമൂഹത്തിൽ പെടുത്താത്തത്? കാരണം മുസ്ലിം രാഷ്ട്രങ്ങൾ കൂടി ഈ പറയപ്പെടുന്ന അടിമ നിരോധനത്തിൽ സഹകരിച്ചതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് അടിമ നിരോധനമുള്ളത്. എന്ന് മാത്രമല്ല, ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രങ്ങളോ ഏതെങ്കിലും ഔദ്യോഗിക സംഘടനകളോ ഈ വിഷയത്തിൽ തിരിച്ച് അടിമത്തം കൊണ്ടുവരണം, അടിമത്തം റീസ്റ്റോർ ചെയ്യപ്പെടണം, കാരണം ഇന്നുള്ള വ്യവസ്ഥയെക്കാട്ടിൽ വളരെ നല്ലത് അടിമത്തമാണ് എന്ന് പറയുന്ന ഏതെങ്കിലും പ്രക്ഷോഭങ്ങളോ ക്യാമ്പയിനുകളോ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ഈ ലിയാഖത്ത് പ്രശ്നം എന്താണ്? ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം അടിമ നിരോധനത്തിൻ്റെ ആധുനിക ആളാണ് എന്ന് പറയാൻ ഇദ്ദേഹത്തിന് എന്ത് റോളാണ് അതിലുള്ളത്? ഇവിടെ എന്തുകൊണ്ടും ഈ പറഞ്ഞ എമുക്കളെക്കാട്ടിലും വളരെ ന്യായമായും ഈ അടിമത്ത നിരോധനത്തിൽ ഞങ്ങൾ സഹകരിച്ചു, ഞങ്ങളും അതിൻ്റെ വക്താക്കളാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്നത് മുസ്ലിങ്ങൾക്ക് തന്നെ. നമുക്ക് ഹൈന്ദവരുടെ ഇടയിലാണെങ്കിൽ അവർക്ക് വർണ്ണാശ്രമം, അവിടെ കൂടിയവരും കുറഞ്ഞവരും ഒക്കെ ഉണ്ട്. യൂറോപ്യൻസിൻ്റെ ഇടയിൽ കറുത്തവരെക്കാട്ടിൽ ശ്രേഷ്ഠരാണ് വെള്ളക്കാരെന്നുണ്ട്. എന്നാൽ ഇങ്ങനത്തെ യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത ഇസ്ലാമിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ബോധവൽക്കരണം നമ്മുടെ ലിയാഖത്ത് നടത്തുകയും കേരളത്തിലുള്ള ആളുകളെല്ലാം കൂട്ടിയിട്ട് ഞാൻ വലിയൊരു കാര്യം ചെയ്യുന്നു എന്ന് പറയാൻ ശ്രമിക്കുന്നത്? ഇവിടെ ലിയാഖത്ത് മനസ്സിലാക്കേണ്ടത്, ലിയാഖത്ത് 2024 നിന്നുകൊണ്ട് ഇസ്ലാമിനെതിരായിട്ട് വിമർശനം, അതിലെ അടിമ നിയമങ്ങളെക്കുറിച്ച് വിമർശനം പറയുമ്പോൾ നിങ്ങൾക്ക് മറുപടി പറയുന്ന ആളുകൾ നിൽക്കുന്നത് 2024 ഈ 2024 അടിമത്തം തിരിച്ചു കൊണ്ടുവരണമെന്നല്ല അവർ വാദിച്ചത്. നേരെ മറിച്ച് ഈ അടിമത്തം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിലെ ഈ അടിമ നിയമങ്ങളുടെ ജസ്റ്റിഫിക്കേഷനാണ് അവർ പറയുന്നത്. അതിന് അവർ ആ കാലഘട്ടത്തിലെ സാമൂഹ്യ സാഹചര്യമാണ് പറയുന്നത്, അല്ലാതെ ഈ കാലഘട്ടത്തിലേക്ക് സ്ലേവറി ഫിറ്റാണെന്നല്ല പറയുന്നത്. ഇത് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധം നമ്മുടെ ലിയാഖത്ത് അലി ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ടെന്നാണ് ആമുഖമായിട്ട് ഒന്നാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? ഈ അടിമത്തം നിരോധിച്ചതാരാ? എമുക്കളാണോ? അതല്ല യുക്തിവാദികളാണോ? ആണോ? അതുമല്ല. ഈ അമേരിക്കയിൽ ഈ അമേരിക്കൻ സിവിൽ വാറൊക്കെ നടത്തി 7 ലക്ഷത്തോളം ആളുകളെ കൊന്ന് ഈ പറയപ്പെടുന്ന ഈ സ്ലേവറിയൊക്കെ ബാൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ ആളുണ്ടല്ലോ, എബ്രഹാം ലിങ്കൺ. അദ്ദേഹം എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് പറഞ്ഞ ആളാണോ? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സ്ലേവറി എന്ന് പറയുന്നത് ബാൻ ചെയ്യണം എന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അത് വല്ലതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതേപോലെ ബ്രിട്ടനിലും അതേപോലെ തന്നെ ബ്രിട്ടീഷ് കോളനികളിലും ഒക്കെ ഈ അടിമത്തം അല്ലെങ്കിൽ അതേപോലെ തന്നെ സ്ലേവ് ട്രേഡൊക്കെ നിരോധിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഈ വില്യം വിൽബർഫോഴ്സ്, അദ്ദേഹം യുക്തിവാദിയാണോ? ആണോ? അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ? അതേപോലെ മൂന്നാമത് അവിടെ കാര്യമായിട്ട് പണിയെടുത്ത ക്രൈസ്തവ മിഷണറിമാർ, അവരെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അവർക്ക് നിങ്ങളുടെ മനോഭാവമുള്ളവരാണോ? ഇവർക്കൊക്കെ ഈ എമുക്കളുമായിട്ടും അതേപോലെ യുക്തിവാദികളുമായിട്ടൊക്കെ എന്ത് ബന്ധമാണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. നമുക്ക് ഈ എബ്രഹാം ലിങ്കൻ്റെ ഒരു 2 കോട്ടിങ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ആ ആളിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് പറയുക. ഇത് 1858 എബ്രഹാം ലിങ്കൺ
ഈ ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ് ആയിട്ടുള്ള സ്റ്റീഫൻ എ ഡഗ്ലസുമായിട്ട് അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ 7ഓളം ഡിബേറ്റുകൾ പബ്ലിക്കായിട്ട് നടത്തി. അതിൽ ഒക്ടോബർ 13, 1858 ലിങ്കൻ നടത്തിയ ഒരു പ്രസ്താവനയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഡഗ്ലസ് ഇദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം എന്ന് പറയുന്നത് ലിങ്കൻ സോ നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റേസസ്. ഈ കറുത്തവരും വെളുത്തവരും തമ്മിൽ ഒരു വ്യത്യാസവും ലിങ്കൻ കൽപ്പിക്കുന്നില്ല, ഇദ്ദേഹം അങ്ങനെ കാണുന്നില്ല എന്ന് ഡഗ്ലസ് ഒരു ആരോപണം ഉന്നയിച്ചു. അതിന് മറുപടി പറഞ്ഞതാണിത്. അതിൽ അദ്ദേഹം പറയുന്നത് കാണാം, ഐ ആം നോട്ട് നോർ എവർ ഹാവ് ബീൻ ഇൻ ഫേവർ ഓഫ് ബ്രിങ്ങിങ് about in any way the social and political equality of the white and black races. എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല. ഈ കറുത്തവർക്കും വെളുത്തവർക്കും ഒരേപോലെയുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള സമത്വം വരണമെന്ന്, അങ്ങനെ ഒരു സാധനം കൊണ്ടുവരണമെന്ന് എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. That I am not ever have been in favor of making voters or juries of Negroes, nor of qualifying them to hold office, nor to intermingling with white people. അവരൊരു ഓഫീസ് കൈകാര്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തേക്ക് വരുന്നതോ അതേപോലെ വൈറ്റ്സുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതോ അവരുമായിട്ട് ഇടകലരുന്നതോ അല്ലെങ്കിൽ അവരെ വിവാഹം കഴിക്കുന്നതോ ഒന്നും തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ആൻഡ് ഐ വിൽ സേ ഇൻ അഡീഷൻ ടു ദിസ് ദാറ്റ് there is a physical difference between the white and black races which will ever forbid the two races living together on terms of social and political equality. എന്ന് മാത്രമല്ല, ഈ കറുത്തവരും വെളുത്തവരും അവരുടെ ഫിസിക്കൽ ഡിഫറൻസ്, ഇവരെ കാഴ്ചയിൽ തന്നെ ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ രണ്ടാളുകളും കൂടെ ഒരുമിച്ച് ഒരേ സാമൂഹിക രാഷ്ട്രീയ തുല്യതയിൽ ജീവിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ആൻഡ് ഇൻ ആസ് മച്ച് ആസ് ദേ കനോട്ട് സോ ലീവ് വൈൽ ദേ ഡു റിമെയിൻ ടുഗദർ there must be the position of superior. ഇനിയും അങ്ങനെ ഒരു ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും ഈ വ്യത്യാസം അവിടെ നിലനിൽക്കും. സ്വാഭാവികമായിട്ടും വെളുത്തവർ അവിടെ സുപ്പീരിയർ ആയിരിക്കും. ഐ ആം ആസ് മച്ച് ആസ് എനി അതർ മാൻ ഇൻ ഫേവർ ഓഫ് ഹാവിങ് ദ സുപ്പീരിയർ പൊസിഷൻ അസൈൻ ടു ദി വൈറ്റ് റേസ്. ഞാൻ വെള്ളക്കാർക്ക് മേധാവിത്വം ഉണ്ട് എന്ന് പറയുന്ന ആ സമൂഹത്തിൽ തന്നെ, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെയാണ്, എനിക്കതിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് ഇദ്ദേഹം ഡഗ്ലസിന് ആ ഡിബേറ്റിൽ കൊടുക്കുന്ന മറുപടി. അപ്പോൾ ഈ ഒരു എബ്രഹാം ലിങ്കനെ കുറിച്ചിട്ടാണോ നിങ്ങൾ അഭിമാനം കൊള്ളുന്നത്? ഈ എബ്രഹാം ലിങ്കനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ വംശവെറിയുടെ ആളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വെള്ളക്കാരുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി അയാൾ വർത്തമാനം പറഞ്ഞ ആളാണ്. ആ ആളിനെ നിങ്ങളുടെ ഈ ആധുനികതയുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ? ഇക്വാലിറ്റി പറയുന്ന നിങ്ങൾക്കിതൊക്കെ ഏറ്റെടുക്കാൻ പറ്റുമോ? അപ്പോൾ ഈ എബ്രഹാം ലിങ്കനെയൊക്കെ വളരെ പുകഴ്ത്തുന്നതിന് മുമ്പ് അദ്ദേഹമൊക്കെ ആരായിരുന്നു എന്ന് പഠിച്ചു നോക്കുക. ഇനി അടുത്തതായിട്ട് ഇദ്ദേഹം ഓഗസ്റ്റ് 22, 1862 എന്നുവെച്ചാൽ ഈ സ്ലേവറി ബാൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം അദ്ദേഹം എഴുതിയ എഴുത്തിൽ നമുക്കിങ്ങനെ കാണാം, മൈ പാരമൗണ്ട് ഒബ്ജക്റ്റ് ഇൻ ദി സ്ട്രഗിൾ ഈസ് ടു സേവ് ദ യൂണിയൻ ആൻഡ് ഈസ് നോട്ട് ഐദർ ടു സേവ് ഓർ ടു ഡിസ്ട്രോയ് സ്ലേവറി. എൻ്റെ ഈ പോരാട്ടത്തിൽ എൻ്റെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ യൂണിയനെ നിലനിർത്തുക, അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും 11 സ്റ്റേറ്റുകൾ വിട്ടുമാറി കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ആയതിൻ്റെ പേരിലാണ് അവിടെ സിവിൽ വാർ നടക്കുന്നത്. കാരണം ഈ സദേൺ സ്റ്റേറ്റ്സ്, ഈ വിട്ടുമാറിയ സദേൺ സ്റ്റേറ്റ്സിൽ അവർ സ്ലേവറി ബേസ്ഡ് ആയിട്ടുള്ള ഇൻകം ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് നോർത്തേൺ സ്റ്റേറ്റ്സിൽ അവർക്ക് ഫ്രീ ലേബറിനെ ബേസ്ഡ് ആയിരുന്നു. അത് ഈ നോർത്തേൺ സ്റ്റേറ്റ്സിൻ്റെയും സദേൺ സ്റ്റേറ്റ്സിൻ്റെയും വരുമാനത്തിൽ വ്യത്യാസമുണ്ടാക്കുകയും സദേൺ സ്റ്റേറ്റ്സ് അവരുടെ ഈ പറയപ്പെടുന്ന കോട്ടണൊക്കെ വലിയ റേറ്റ് കൂട്ടിക്കൊണ്ട് അവരുടെ സമ്പത്ത് അധികമായി വർദ്ധിപ്പിക്കുകയും നോർത്തേൺ സ്റ്റേറ്റ്സുകൾ താഴേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് ഈ സദേൺ സ്റ്റേറ്റ്സിൻ്റെ വരുമാന മാർഗമായിട്ടുള്ള സ്ലേവ് ട്രേഡും അല്ലെങ്കിൽ സ്ലേവിനെ വെച്ചുകൊണ്ട് വലിയ ഫാമിൽ വർക്ക് ചെയ്യിക്കുന്ന പരിപാടി നിർത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നോർത്തേൺ സ്റ്റേറ്റ്സിലുള്ള ആളുകൾ ഈ പറയപ്പെടുന്ന സ്ലേവറി ബാൻ ചെയ്യണമെന്ന് പറയുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നത്. അതിനവർ പല കാരണങ്ങൾ പറഞ്ഞുവെങ്കിലും അവരെ സംബന്ധിച്ചോളം അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവരിൽ 5-ൽ 3 പേരും സമ്പന്നന്മാരുള്ളത് ഈ പറഞ്ഞ സദേൺ സ്റ്റേറ്റ്സിലാണ്. അതേപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് സദേൺ സ്റ്റേറ്റ്സിലാണ് കൂടുതൽ. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ സൗത്ത് നോർത്തിൻ്റെ മുകളിൽ പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ വലിയ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം ഇങ്ങനെ സദേൺ സ്റ്റേറ്റ്സിൽ സമ്പത്തിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സോഷ്യോ എക്കണോമിക് ചേഞ്ച് ഉണ്ടാവും.
അത് സ്വാഭാവികമായിട്ടും സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചിലേക്കും കാരണമാകും എന്നതുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന കളികളൊക്കെ ഈ അമേരിക്കൻ സിവിൽ വാറിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അവിടെയാണ് എബ്രഹാം ലിങ്കൺ പറയുന്നത് എൻ്റെ ഈ പോരാട്ടത്തിൻ്റെ ലക്ഷ്യം യൂണിയനെ രക്ഷിക്കുക എന്നതാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും വിട്ടുപോയ കോൺഫെഡറേറ്റ്സിനെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിൽ നിന്ന് പോകാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ സ്ലേവറിയെ നിലനിർത്തുകയോ ബാൻ ചെയ്യുകയോ ഒന്നും അദ്ദേഹത്തിൻ്റെ വിഷയമല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇഫ് ഐ കുഡ് സേവ് ദ യൂണിയൻ വിത്തൗട്ട് ഫ്രീയിങ് എനി സ്ലേവ് ഐ വുഡ് ഡു ഇറ്റ്. ഇപ്പോൾ എനിക്ക് ഈ യൂണിയനെ സംരക്ഷിക്കാൻ കഴിയും, ഒരു സ്ലേവിനെ പോലും മോചനം നൽകാതെ സാധിക്കുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. ആൻഡ് ഇഫ് ഐ കുഡ് സേവ് ഇറ്റ് ബൈ ഫ്രീയിങ് ഓൾ ദ സ്ലേവ്സ് ഐ വുഡ് ഡു ഇറ്റ്. ഇനിയും ആ യൂണിയൻ നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെയുള്ള മുഴുവൻ സ്ലേവുകളെയും അടിമകളെയും ഫ്രീ ആക്കണമെങ്കിൽ ഞാൻ അത് ചെയ്യും. ആൻഡ് ഇഫ് ഐ കുഡ് സേവ് ഇറ്റ് ബൈ ഫ്രീയിങ് സം ആൻഡ് ലീവിങ് അതേഴ്സ് അലോൺ ഐ വുഡ് ഓൾസോ ഡു ദാറ്റ്. ഇനി കുറച്ച് പേരെ അടിമയാക്കി വെച്ചിട്ട് കുറച്ച് ആളുകളെ മോചിപ്പിച്ചാൽ ഈ യൂണിയൻ അവിടെ സംരക്ഷിക്കപ്പെടുമെങ്കിൽ ഞാൻ അത് ചെയ്യും. വാട്ട് ഐ ഡു അബൌട്ട് സ്ലേവറി ആൻഡ് ദ കളേർഡ് റേസ് ഐ ഡു ബിക്കോസ് ഐ ബിലീവ് ഇറ്റ് ഹെൽപ്സ് ടു സേവ് ദ യൂണിയൻ. ഞാൻ ഈ സ്ലേവറിയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ കറുത്തവരുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, അത് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഈ യൂണിയനെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. ഐ ഹാവ് ഹിയർ സ്റ്റേറ്റഡ് മൈ പർപ്പസ് അക്കോർഡിംഗ് ടു മൈ വ്യൂ ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി ആൻഡ് ഐ ഇൻറ്റൻഡ് നോ മോഡിഫിക്കേഷൻ ഓഫ് മൈ ഓഫ്റ്റ് എക്സ്പ്രസ്ഡ് പേഴ്സണൽ വിഷ് ദാറ്റ് ഓൾ മെൻ എവരിവെയർ കുഡ് ബി ഫ്രീ. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഇപ്പോഴൊരു ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കണമെന്നാണ്, സ്വതന്ത്രമായിരിക്കണമെന്നാണ് ഇദ്ദേഹത്തിന് ആഗ്രഹമെങ്കിലും അതല്ല അദ്ദേഹം ഈ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ലേവറി ഇല്ലാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിനോട് പേഴ്സണലി താല്പര്യമുണ്ടെങ്കിലും ഈ സ്ലേവ് ഇല്ലാതായാൽ പോലും ഈ കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ കറുത്തവർ എന്ന് പറയുന്നത് വെളുത്തവരെക്കാട്ടിൽ കുറഞ്ഞ ആളുകളാണ്, വെളുത്തവർ എന്ന് പറയുന്നത് ഇവരെക്കാട്ടിലും സുപ്പീരിയർ ആണ് എന്നുള്ള വാദം എബ്രഹാം ലിങ്കൺ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എബ്രഹാം ലിങ്കൺ എങ്ങനെയാണ് നിങ്ങൾക്ക് നേതാവാകുന്നത്, അദ്ദേഹം എങ്ങനെയാണ് ആധുനികനാകുന്നത്, അദ്ദേഹം എങ്ങനെയാണ് ഈ പറയപ്പെട്ട പുതിയ നൂറ്റാണ്ടിൻ്റെ സമത്വത്തിൻ്റെ വക്താവായിട്ട് വരുന്നത്? ഇനി അടുത്തത് നമുക്ക് ബ്രിട്ടനിൽ അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് കോളനികളിലൊക്കെ ഈ പറയപ്പെടുന്ന സ്ലേവറി ബാൻ ചെയ്യുന്നതിന് ഏറ്റവും വലിയ പ്രവർത്തനം നടത്തിയ ഏറ്റവും വലിയ ലെജൻഡായിട്ടുള്ള വില്യം വിൽബർഫോഴ്സ്, അദ്ദേഹത്തിന് നമ്മുടെ എമുക്കൾക്കോ അല്ലെങ്കിൽ ഈ ആധുനികർക്കോ അംഗീകരിക്കാൻ പറ്റുന്ന ആളാണോ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ പിടിച്ചടക്കിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അവർക്ക് 1600 ആദ്യം എലിസബത്ത് രാജ്ഞി കുറേ നിയമങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം രണ്ടാമത് 1793 ഭേദഗതി വരുത്താൻ വേണ്ടി പോകുന്ന സമയത്ത് ഇദ്ദേഹം വലിയ ക്യാമ്പയിൻ നടത്തി. എന്താണ് അദ്ദേഹം നടത്തിയ ക്യാമ്പയിൻ? അദ്ദേഹം പറഞ്ഞത് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടുന്ന് ലാഭം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നേരെ മറിച്ച് അവിടെയുള്ള ആളുകളെ ക്രൈസ്തവവൽക്കരിക്കുന്നതിന് വേണ്ടി അവിടേക്ക് ഈ പാദ്രിമാരെ അയക്കുന്നതിന് വേണ്ട ചെലവ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഹിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം വലിയൊരു ക്യാമ്പയിനൊക്കെ നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു പോയി. എന്നാൽ പിന്നീട് ഇദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1813 അല്ലെങ്കിൽ ചാർട്ടർ ആക്ട് 1813 എന്ന് പറയുന്ന ആ നിയമത്തിലൂടെ, അഥവാ 1813 ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പുതിയ ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന സമയത്ത് ഇദ്ദേഹം പാർലമെൻറ്റിൽ വലിയ ക്യാമ്പയിനുകളൊക്കെ നടത്തിയിട്ട് അവിടേക്ക് ഈ ഇന്ത്യയിലേക്കൊക്കെ മിഷണറിമാരെ അയക്കാനും ആ മിഷണറിമാരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുന്നതിന് വിരുദ്ധമായിക്കൊണ്ട് അവിടെ നിയമം പാസ്സാക്കുകയും ചെയ്ത വ്യക്തിയാണ് ഈ പറഞ്ഞ വില്യം വിൽബർഫോഴ്സ് എന്ന് പറയുന്ന ഇവാഞ്ചലിസ്റ്റ്. അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് യമുക്കൾക്കും യുക്തിവാദികൾക്കും ഒക്കെ സ്വീകാര്യനാകുന്ന അവരുടെ നേതാവാകുന്നത്? അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് എന്ന് മാത്രമല്ല, അദ്ദേഹം കോളനിവൽക്കരണത്തെ അനുകൂലിക്കുന്ന വ്യക്തിയാണ്. ഈ ആധുനികരായിട്ടുള്ള നിങ്ങൾ ഈ കോളനിവൽക്കരണത്തെ അനുകൂലിക്കുന്ന ആളുകളാണോ? അപ്പോൾ വില്യം വിൽബർഫോഴ്സും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. ഇനി മൂന്നാമത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഈ പറയപ്പെടുന്ന സ്ലേവറി ബാൻ ചെയ്യുന്ന വിഷയത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന ആളുകൾ, പ്രക്ഷോഭം നടത്തിയ ആളുകൾ. അവരിൽപ്പെട്ട ക്വാക്കേഴ്സും അതേപോലുള്ള മറ്റു ഗ്രൂപ്പുകളും എന്തിനു വേണ്ടി അവർ ചെയ്തു? ഈ എമുക്കളുടെയോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന യുക്തിവാദികളുടെയോ താല്പര്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരുടെ താല്പര്യം എന്താ? ആദ്യം പോർച്ചുഗീസും സ്പെയിനും പിന്നീട് ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങളടക്കം ഈ സ്ലേവ് ട്രേഡിൽ പങ്കെടുത്ത് ഈ ആഫ്രിക്കക്കാരായിട്ടുള്ള ആളുകളെ ഈ നോർത്ത് അമേരിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും കരീബിയൻ ഐലൻഡ്സിലേക്കും കൊണ്ടുപോയപ്പോൾ അവിടെ ചെന്ന് ഇവരെ ക്രൈസ്തവരാക്കുകയും ക്രൈസ്തവ പേരുകൾ ഇട്ട് കൊടുക്കുകയും ചെയ്തു. മുമ്പ് അവർ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവരൊന്നെങ്കിൽ മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ട്രൈബൽ റിലീജിയനിൽപ്പെട്ട ആളുകളാണ്. ഈ ആളുകളെ മുഴുവൻ കൺവേർട്ട് ചെയ്ത് അവരുടെ 2-3 തലമുറ ക്രൈസ്തവരായിട്ട് ഇങ്ങനെ ജീവിക്കുകയും അവരെ ക്രിസ്തുമതം പഠിപ്പിക്കാൻ വേണ്ടി മിഷണറികളെ എല്ലാം കൂടെ അങ്ങോട്ട് കടത്തിവിടുകയും ഈ പറയപ്പെടുന്ന അധിനിവേശത്തിന് പോകുന്ന അതേ കപ്പലിൽ തന്നെയാണ് ഈ മിഷണറിമാരും പോകുന്നത്.
ഈ കോളനിവൽക്കരണം എങ്ങനെയാണോ മുന്നോട്ട് പോയത് ആ കപ്പലിൽ തന്നെയാണ് മിഷണറി വർക്ക് നടക്കുന്നത്. അങ്ങനെ അവർ ചെയ്ത് 2-3 തലമുറ ഇങ്ങനെ ക്രൈസ്തവരായിട്ട് ജീവിച്ചതിന് ശേഷവും ഈ ആളുകളെ വീണ്ടും സ്ലേവായിട്ട് നിർത്തുകയും അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നതിൽ സ്വാഭാവികമായിട്ട് ഞമ്മൻ്റെ ആളുകളല്ലേ എന്ന ചിന്ത ആ മിഷണറിമാർക്കുണ്ടാവുകയും അവർ ഇവരെ എന്ത് ചെയ്തു, പ്രക്ഷോഭത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ബാപ്റ്റിസ്റ്റ് വാറും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്നാൽ ഈ മിഷണറിമാർക്ക് ആർക്കും തന്നെ ഈ കോളനിവൽക്കരണം നടത്തുന്നതിലോ ആ ആളുകളെ നിർബന്ധിച്ച് മതം മാറ്റുന്നതിനോ ഒന്നും തന്നെ ഈ ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ യമുക്കൾക്ക് അല്ലെങ്കിൽ ആധുനികർക്ക് അല്ലെങ്കിൽ യുക്തിവാദികൾക്ക് എങ്ങനെയാണ് സ്വീകാര്യമാവുന്നത്? ഇനി മൂന്നാമത് ലിയാഖത്ത് അലി മനസ്സിലാക്കേണ്ടത് ഈ അടിമത്തം എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നീചമായ മാനവിരുദ്ധമായ എന്തോ ഒരു കാര്യമാണെന്ന് ലിയാഖത്തിനെ പോലുള്ള ഒരാൾ പറയുമ്പോൾ, മനുഷ്യ ചരിത്രം കൃത്യമായി പഠിച്ച ആ സാമൂഹ്യ സാഹചര്യങ്ങളെ കൃത്യമായി പഠിക്കുന്ന ഒരു ചരിത്രകാരന് അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരാൾ താങ്കൾ പറയുന്ന പോലല്ല പറയുക, നേരെ മറിച്ച് ഈ രൂപത്തിലായിരിക്കും. കുറേ കാലത്തേക്ക് എല്ലാ സാമൂഹ്യ വ്യവസ്ഥയും പുരോഗമനാത്മകമായിരുന്നു. ഇപ്പോൾ സ്ലേവറി വാസ് എ പ്രോഗ്രസീവ് സിസ്റ്റം. അടിമ സമ്പ്രദായവും പ്രോഗ്രസീവായിരുന്നു, പുരോഗമനപരമായിരുന്നു. കാരണം ഈ അടിമ സമ്പ്രദായത്തിന് മുമ്പ് യുദ്ധത്തിൽ പിടിക്കുന്നവരെ അപ്പം അങ്ങനെ കൊല്ലലായിരുന്നു. അത് മാറി അവരെ അടിമകളാക്കി അവരെ ജീവിക്കാൻ അനുവദിച്ചത് ഒരു പ്രോഗ്രസീവായിട്ടുള്ള നടപടിയായിട്ട് വേണം നമുക്ക് കാലഘട്ടം വെച്ച് വിലയിരുത്താനായിട്ട്. അത് പിന്നീടത് വന്നപ്പോഴെന്താണ്, തെറ്റാണ്. അപ്പം അങ്ങനെ വളരെ അബ്സല്യൂട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു ശരിയും തെറ്റുമില്ല. അതൊക്കെ സാമൂഹ്യ സാഹചര്യങ്ങൾ നിശ്ചയിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ലിയാഖത്ത് പറയുന്നത് പോലെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നീചമായ കാര്യം എന്നുള്ള നിലയിലല്ല ചരിത്രകാരന്മാർ ഇതിനെ കാണുന്നത്. നേരെ മറിച്ച് ഇതിനെക്കാട്ടിലും കടുപ്പമേറിയ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുഴുവൻ ആളുകളെയും കൊല്ലുക, അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ കുഞ്ഞുങ്ങളെന്നോ വ്യത്യാസമില്ലാതെ പുരുഷന്മാരെ അടക്കം മുഴുവൻ ആളുകളെ കൊല്ലുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, അതിൽ നിന്നും അല്പം പ്രോഗ്രസീവായി പുരോഗമനപരമായി അവരെ മുഴുവൻ കൊല്ലാതെ ആ ആളുകളെ തടവിലാക്കി കൊണ്ടുവരികയും അതിനുശേഷം അവരെ ഈ രാജ്യത്തിൻ്റെ ഭാഗമാക്കി അവരെ ജോലി ചെയ്യിപ്പിച്ച് അവരിൽ നിന്നും വരുമാനമുണ്ടാക്കുകയും എന്നാൽ അവർ സ്വാതന്ത്ര്യത്തെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിക്കൊണ്ട് ഒരു പ്രോഗ്രസീവായിട്ടാണ് സ്ലേവറി ചരിത്രത്തിൽ മനുഷ്യൻ്റെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു ഭാഗമായിട്ട് വരുന്നത്. അങ്ങനെ ഈ സ്ലേവുകളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10 മുതൽ 20% വരെ വർദ്ധിക്കുന്ന ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അത് നോർമലൈസ് ചെയ്യപ്പെടുകയും പിന്നീട് കോടതികളും പല കുറ്റങ്ങൾക്കും അതേപോലെ തന്നെ ചില സാഹചര്യങ്ങളിലുമൊക്കെ ഈ ആളുകളെ, ഈ പ്രതികളെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നിർവാഹമില്ലാത്ത ആളുകളെയൊക്കെ സ്ലേവായിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി വിധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. ഇങ്ങനെ സ്ലേവറി നിയമാനുസൃതമായി ലെജിറ്റിമൈസ് ചെയ്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി ഒരു വ്യവസ്ഥിതിയായിട്ട് ലോകത്തുള്ള മുഴുവൻ സമൂഹങ്ങളും രാഷ്ട്രങ്ങളും അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അവിടെ ഉള്ള മറ്റു രാജ്യങ്ങൾക്കും ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹകരിക്കേണ്ട ഒരു നിർബന്ധിതമായ അനിവാര്യമായ ഒരു സാഹചര്യമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ആ കാലഘട്ടത്തിൽ ജീവിച്ചവരെല്ലാം നീചന്മാരായിരുന്നു, അതൊരു നീച വ്യവസ്ഥിതിയായിരുന്നു എന്നൊക്കെ നമ്മുടെ ലിയാഖത്ത് പറയുമ്പോൾ, ആ കാലഘട്ടത്തിൽ ഈ യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകളില്ലായിരുന്നോ? ഈ യുക്തിവാദികൾ എന്ന് പറയുന്നത് ഒരു ബിഗ് ബാങ് പോലെ ഈ പറയപ്പെടുന്ന 20-ാം നൂറ്റാണ്ടിൽ പൊട്ടി ഉണ്ടായ ആളുകളാണോ? അതോ അവർക്കൊന്നും ഈ പറഞ്ഞ മനുഷ്യത്വത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സമത്വത്തെക്കുറിച്ചോ അറിയാത്തവരായിരുന്നോ? അവർക്കതൊക്കെ അറിയും. അതൊക്കെ അവരുടെ ജനതയുടെ കാര്യത്തിലാണ് ചെയ്തത്. അല്ലാതെ യുദ്ധക്കുറ്റവാളികളെ നമുക്ക് തുല്യരായി സമന്മാരായി സമൂഹത്തിലൂടെ നടത്താൻ അത് ഇന്നും നടക്കുന്ന കാര്യമല്ല. ഇന്നും യുദ്ധക്കുറ്റവാളികളെ പിടിച്ചാൽ അവരെ കൊണ്ടുപോയി സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിൽ ഈ പറയപ്പെടുന്ന സെല്ലുകളിൽ പ്രിസണുകളിൽ അടയ്ക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് തുല്യമായ സമത്വം ഒരു മേഖലയിൽ അവർക്ക് ലഭിക്കുകയില്ല. അപ്പോൾ സ്ലേവറി എന്നത് അത് നിരുപാധികം അത് നീചമാണ് എന്ന് പറയുമ്പോൾ ഈ ചരിത്രം അറിയുന്ന മനുഷ്യൻ്റെ സാമൂഹ്യ വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തിയ പ്രൊഫസർ എം കുഞ്ഞാമനെ പോലുള്ള ആളുകൾ പറയുന്നത് ഈ സ്ലേവറി വന്നത് തന്നെ പ്രോഗ്രസീവായിട്ടാണ്. കാരണം അതിനു മുമ്പ് മുഴുവൻ ആളുകളെ കൊല്ലുന്ന രീതിയായിരുന്നു. അതിൽ നിന്ന് പുരോഗമനപരമായിട്ട് സ്ലേവറി വന്നു. എന്നാൽ
വീണ്ടും സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം മാറി ലോകത്തുള്ള മുഴുവൻ ആളുകളും സ്ലേവറി ബാൻ ചെയ്യുക എന്ന തത്വത്തിൽ യോജിക്കുമ്പോൾ വീണ്ടും ഇവിടേക്ക് സ്ലേവറി കൊണ്ടുവരേണ്ടതില്ല. ഇന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ സ്ലേവറി എന്നത് അംഗീകരിക്കാൻ പറ്റാത്ത, നിരോധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഈ രൂപത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ലിയാഖത്തിൽ തെറ്റിദ്ധരിക്കുക. ഈ പറയപ്പെടുന്ന 20-ാം നൂറ്റാണ്ടിന് മുമ്പ് ജീവിച്ച മനുഷ്യന്മാരെല്ലാവരും നീചന്മാരാണ്. അതേപോലെ തന്നെ അന്നൊന്നും യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവരുടെ തലയ്ക്കകത്ത് എന്താ, ചാണകമായിരുന്നു എന്നാണോ ലിയാഖത്ത് കരുതുന്നത്? ഇനി 4ാമത് ലിയാഖത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയപ്പെടുന്ന അടിമത്ത നിരോധനം ആരംഭിക്കുന്നത് യൂറോപ്പിലാണ്. അങ്ങനെ യൂറോപ്പിലൊക്കെ ആരംഭിച്ചതിന് ശേഷം ലാസ്റ്റ് ഒരു ഗതിയുമില്ലാതെ മുസ്ലിം രാജ്യങ്ങളൊക്കെ അവരുടെ പ്രമാണങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് ഈ അടിമത്ത നിരോധനത്തിൽ സഹകരിച്ചു എന്നാണ് ലിയാഖത്ത് മനസ്സിലാക്കുന്നതെങ്കിൽ അവിടെയും ഗുരുതരമായ തെറ്റുണ്ട്. എന്തുകൊണ്ടാണ് ഈ അടിമത്ത നിരോധനം യൂറോപ്പിൽ നിന്ന് ആരംഭിച്ചത്? അല്പം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് യൂറോപ്പിലാണ് പ്രശ്നമുണ്ടായത്. കാരണം ഈ പറയപ്പെടുന്ന ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്താണ്? ഈ ട്രയാങ്കുലർ ട്രേഡ് എന്താണ്? ഈ യൂറോപ്യന്മാരായിട്ടുള്ള ആളുകൾ ഈ മദ്യവും തോക്കും ആയുധങ്ങളും ഒക്കെ ആഫ്രിക്കയിലേക്ക് എത്തിക്കുന്നു. അവിടെ അനാവശ്യമായ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം അവിടെയുള്ള ആളുകളെ സ്ലേവുകളായിട്ട് പിടിക്കുന്നു. അവർ കണ്ടുപിടിച്ച ഈ അമേരിക്കയിലും കരീബിയൻ രാജ്യങ്ങളിലും പോയിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ അവർ യൂറോപ്പിലേക്ക് തിരിച്ചെത്തിക്കുന്നു എന്ന് പറയുന്ന ഈ ട്രയാങ്കുലർ ട്രേഡ് നടത്തി അത് നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം സ്ലേവ്സുകളെ കൊണ്ടുവന്ന് ഈ നാടുകളിൽ വെച്ചപ്പോൾ അവിടെയുള്ള ജനസംഖ്യ അനുപാതത്തിൽ വ്യത്യാസം വന്നു. ഏതാണ്ട് 20 സ്ലേവിന് 1 വൈറ്റ് എന്നുള്ള നിലയിലേക്കൊക്കെ പല നാടുകളിലും ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ സ്ലേവുകൾ ഇവർക്കെതിരായിട്ട് യുദ്ധങ്ങൾ നടത്താൻ തുടങ്ങി. ഈ അമേരിക്കൻ സിവിൽ വാർ നടക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 250 അപ്രൈസിങ്സ് അവിടെ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെയ്ത്തി എന്ന് പറയുന്ന ഒരു രാജ്യം ഈ അടിമകൾ തന്നെ കൂടിയിട്ട് എന്ത് ചെയ്തു? അവർ സ്വാഭാവികമായിട്ടും ഫ്രാൻസിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് അവർ സ്വതന്ത്രരായി. എന്ന് മാത്രമല്ല ഏതാണ്ട് ബ്രിട്ടീഷ് കോളനിയിലും സ്പെയിൻ്റെ കോളനി അടക്കം എല്ലാ സ്ഥലങ്ങളിലും ഈ പറയപ്പെടുന്ന സ്ലേവ് റിബലിയൻസ് വന്നു. അവർക്കിതൊരു ശല്യമായിട്ട് മാറി. അത് അമേരിക്കയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അത് സിവിൽ വാറിലേക്ക് പോയി. അവിടെയും 7 ലക്ഷത്തോളം ആളുകൾ അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ബ്രിട്ടനിൽ മിഷണറികളും ആളുകളും പ്രശ്നങ്ങളുണ്ടാക്കി. മുമ്പ് നിയമാനുസൃതമായി എല്ലാ രാജ്യങ്ങളും നടത്തിയിരുന്ന ഈ സ്ലേവറി എന്ന് പറയുന്ന സിസ്റ്റത്തിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കൃത്രിമമായ രൂപത്തിൽ സ്ലേവുകളെ സൃഷ്ടിച്ച് യാതൊരു നിയമത്തിൻ്റെ മേൽനോട്ടമില്ലാതെ അതിക്രൂരമായ രൂപത്തിൽ അവിടെ മ്ലേച്ഛമായ രൂപത്തിൽ ഈ ആളുകളെ പീഡിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഈ പറയപ്പെടുന്ന നാടുകളിൽ ഉണ്ടാവുകയും സ്വാഭാവികമായിട്ട് യുദ്ധങ്ങൾ വരെ നടത്തി ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നിട്ടായാലും ശരി ഈ പറയപ്പെടുന്ന സ്ലേവറി ബാൻ ചെയ്യേണ്ട നിർബന്ധിത സാഹചര്യത്തിലേക്ക് അവർ വന്നു. എന്നാൽ മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ മുമ്പത്തെ പോലെ തന്നെ ഒരു സിസ്റ്റം എന്നുള്ള നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഇത് യൂറോപ്യന്മാരായിട്ടുള്ള ആളുകൾ ആരംഭിച്ച് അവരിത് നല്ലതൊരെണ്ണം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഒപ്പിട്ടതല്ലേ എന്ന് പറയരുത്. നേരെ മറിച്ച് ഇവരത് വളരെ മോശമായ രൂപത്തിൽ കൈകാര്യം ചെയ്ത് അത് അവർക്ക് തന്നെ തിരിച്ചടിയായപ്പോൾ അവർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്ന പോലെ അവർ നിർത്തിയതിന് ശേഷം സ്വാഭാവികമായിട്ടും അവർ മറ്റ് രാജ്യങ്ങളെ കണ്ട് നിങ്ങൾ നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇവരോടൊപ്പം സഹകരിക്കുകയും ചെയ്തു. ഇതാണ് അതിൻ്റെ ചരിത്രം. ഇനി 5ാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ മുസ്ലിം രാജ്യങ്ങൾ ഇവരോട് ഇത്ര അനുഭാവമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനുള്ള കാര്യം എന്താ? ഈ അടിമത്ത നിരോധനം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരുന്നതിനെ ഇവർ എതിർക്കാതിരുന്നത് എന്താ? കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡിയോളജി പരമായി അവർ മനസ്സിലാക്കുന്നത് മുഴുവൻ മനുഷ്യരും തുല്യരാണ്. അവർ കറുത്തവരായിക്കോട്ടെ വെളുത്തവരായിക്കോട്ടെ ഒരു വേർവ്യത്യാസവുമില്ല. എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. എല്ലാവരും ആദമിൽ നിന്നാണ് ഉണ്ടായത്, ആദമാകട്ടെ മണ്ണിൽ നിന്നും. ഇത്രയുമേ ഈ മനുഷ്യന്മാർ തമ്മിലുള്ള ഈ ഓരോ സമൂഹമായിട്ട് വേർതിരിഞ്ഞിരിക്കുന്നതിനുള്ള വ്യത്യാസമുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ലേവ് ആകുക എന്ന് പറയുന്നത് ആ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിലുണ്ടാകുന്ന ചേഞ്ചാണ്. ഇന്ന് സ്ലേവായിട്ടിരിക്കുന്ന ആൾ വേണമെങ്കിൽ അടുത്ത തവണ അവരാണ് യുദ്ധത്തിൽ വിജയിച്ചു വരുന്നതെങ്കിൽ അവരുടെ സ്ലേവ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് മാറിയിട്ട് അവർ ഫ്രീ മാനായിട്ട് മാറും. അതേപോലെ തന്നെ ഇന്ന് ഫ്രീ മാനായിട്ടിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ ആൾ അടുത്തൊരു യുദ്ധത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ എതിർ രാജ്യക്കാർ ഇദ്ദേഹത്തെ സ്ലേവായിട്ട് കൊണ്ടുപോകും എന്നതുപോലെ ഈ തിരിഞ്ഞും മറിഞ്ഞും വരുന്ന ഒരു സാഹചര്യം എന്നുള്ള നിലയിൽ ഈ സമ്പത്തിൻ്റെയൊക്കെ കാര്യം പറയുന്ന പോലെ ചിലർ പാവപ്പെട്ടവരായിരിക്കും, ചിലർ പണക്കാരായിരിക്കും. പണക്കാരനായിരിക്കും ഇച്ചിരി സ്റ്റാറ്റസ് കൂടുതലായിരിക്കും, പാവപ്പെട്ടവനായിരിക്കും സ്റ്റാറ്റസ് ഇച്ചിരി കുറവായിരിക്കും. പക്ഷേ ഈ പാവപ്പെട്ടവന് കുറച്ച് കഴിയുമ്പോൾ പണക്കാരനാവാം, ഈ പണക്കാരൻ എന്ന് പറയുന്നത് പാവപ്പെട്ടവനാകാം എന്ന് പറയുന്നത് പോലെ സാമൂഹ്യ സാഹചര്യത്തിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഈ പറയപ്പെടുന്ന ജാതി വ്യവസ്ഥയിലോ അല്ലെങ്കിൽ യൂറോപ്യൻസ് കൊണ്ട് നടക്കുന്നത് പോലെയുള്ള ഈ റേസിസം അല്ലെങ്കിൽ വംശവെറി ആണെങ്കിൽ ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കില്ല. എന്നും കറുത്തവൻ ഇൻഫീരിയർ ആയിരിക്കും.
എന്തായിരിക്കും? എന്നും താണ ജാതിക്കാരൻ തന്നെയായിരിക്കും എന്ന് പറയുന്ന ഒരു വ്യത്യാസം ഇസ്ലാമിൽ ഈ അടിമയുമായി ബന്ധപ്പെട്ടില്ല. ഇനി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അടിമത്ത നിരോധനോട് യോജിക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്താ? ആദ്യത്തെ കാരണം ഞാൻ പറഞ്ഞു, ആദർശപരമായി തന്നെ യാതൊരു വ്യത്യാസവുമില്ല. രണ്ടാമത്തെ കാര്യം എന്താ? ഈ പറയപ്പെടുന്ന ഒരു ഫ്രീ മാനിനെ, അവനെ ഒരു സ്ലേവ് ആക്കി മാറ്റുന്നതിന് പല വകുപ്പുകൾ ഈ പറയപ്പെടുന്ന മുൻ സമൂഹങ്ങളിൽ അവരുടെ കോടതികളുടെ വിധിയായിട്ടൊക്കെ തന്നെ നിയമാനുസൃതമായി ഉണ്ടായിരുന്നു. അവർക്ക് വാർ ക്യാപ്റ്റീവ്സ് മാത്രമല്ല, അവർക്ക് ഡെപ്റ്റ് ബോണ്ടേജ്, കടം വന്നയാളിനെ ഈ പറയുന്ന പോലെ അവർ സ്ലേവ് ആക്കുമായിരുന്നു. അതേപോലെ തന്നെ അവർ കിഡ്നാപ്പ് ചെയ്തും റെയ്ഡ് ചെയ്തും ഒക്കെ പല ഇല്ലീഗലായിട്ട് ഞാൻ പറഞ്ഞ ഈ ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡിലൊക്കെ നടക്കുന്ന പോലെ നടക്കുമായിരുന്നു. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ കടം വന്നു കഴിഞ്ഞാൽ അവരുടെ മക്കളെ അവർ വിൽക്കുമായിരുന്നു. ചില ആളുകൾ അവരുടെ ആരാധനയുടെ ഭാഗമായിട്ട് അവരുടെ അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ ആരാധന കേന്ദ്രങ്ങളിലേക്കോ അവർ സ്വയം സമർപ്പിതയായിട്ട് സ്വയമായിട്ട് തന്നെ സ്ലേവായിട്ട് മാറുന്നതൊക്കെ സിസ്റ്റം ഉണ്ടായിരുന്നു. ഇങ്ങനെ പല രീതിയിലൂടെ മനുഷ്യരെ എൻസ്ലേവ് ചെയ്യുന്ന പരിപാടി ഇതെല്ലാം ഇസ്ലാം നിരോധിച്ചിട്ട് വളരെ അനിവാര്യമായ, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഈ വാർ ക്യാപ്റ്റീവ്സിനെ മാത്രം ഈ പറയപ്പെടുന്ന ബന്ദിയാക്കുകയും ആ ബന്ദിയാക്കിയതിനു ശേഷം ആ മുസ്ലിം ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ദിയായിരിക്കുന്ന ആളെ നിരുപാധികം വിട്ടയക്കാനുള്ള ഓപ്ഷൻ, അതേപോലെ തന്നെ ഒരു റാൻസം, എന്തെങ്കിലും ഒരു മോചനദ്രവ്യം അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയതിനു ശേഷം ഈ അടിമയെ കൊടുക്കുന്ന രൂപത്തിലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈമാറ്റത്തിനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തതിന് ശേഷം ഇതൊന്നുമില്ല എങ്കിൽ ഈ പറയപ്പെടുന്ന ബന്ദിയെ അടിമയാക്കാൻ മാത്രമാണ് ഇസ്ലാം അനുവദിച്ചത്. അങ്ങനെ ഇസ്ലാം വളരെ കൃത്യമായി ഒരു മനുഷ്യനെ എൻസ്ലേവ് ചെയ്യുന്നതിനുള്ള ഏക കാരണമായി യുദ്ധക്കുറ്റത്തെ, അഥവാ നിന്നെ കൊല്ലാൻ വന്നവനെ നീ പിടിച്ച് ബന്ദിയാക്കാം, അവനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലുണ്ടെങ്കിൽ അവനെ അടിമയായി നിലനിർത്താമെന്ന ഒരു ഒറ്റ വഴിയിലേക്ക് അതിനെ ചുരുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ സ്ലേവറി എന്ന് പറയുന്ന സാധനം ലോകത്ത് ബാൻ ചെയ്യപ്പെടുകയും മുസ്ലിം രാജ്യത്ത് അത് ബാൻ ചെയ്യപ്പെട്ടില്ല എന്നും കരുതുക. ഈ പറയപ്പെടുന്ന മുസ്ലിങ്ങളിൽ ആകെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് വാർ ക്യാപ്റ്റീവ്സിനെ മാത്രമാണ്. കാരണം മറ്റ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ റെയ്ഡ് ചെയ്തും കിഡ്നാപ്പ് ചെയ്തും അതേപോലെ ഡെപ്റ്റ് ബോണ്ടേജും ഈ മകളെ വിൽക്കുന്ന ഏർപ്പാടും ആത്മസമർപ്പിതയും ഈ രൂപത്തിലൊക്കെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരുന്ന സ്ലേവുകൾ മുഴുവൻ മറ്റ് സംസ്കാരത്തിൻ്റെയും മറ്റു രാജ്യങ്ങളുടെയും മറ്റു കോടതികളുടെ ഇടപെടലിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലോകത്ത് അത് ബാൻ ചെയ്താൽ സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കും അത് അവൈലബിൾ അല്ലാതെ അത് ഇല്ലാതാവുകയും ഈ വാർ ക്യാപ്റ്റീവ്സിൽ മാത്രം ഒതുങ്ങും. ഇനി മൂന്നാമത്, അടിമമോചനം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നിങ്ങൾ നോക്കിയാൽ ധാരാളം വഴികൾ അവിടെ തുറന്നിട്ടിരിക്കുന്നതായിട്ട് കാണാം. അടിമമോചനത്തിനെ സ്വർഗത്തിലേക്കുള്ളൊരു വഴിയായിട്ട് പഠിപ്പിക്കുന്നത് കാണാം. അടിമമോചനത്തിനെ ഒരു പുണ്യമായി പഠിപ്പിക്കുന്നത് കാണാം. അടിമമോചനത്തിന് നിന്റെ സക്കാത്തിൻ്റെ കാശ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് കാണാം. അടിമ മോചിപ്പിക്കുമ്പോൾ നിനക്ക് റിവാർഡ് നൽകപ്പെടുമെന്ന് കാണാം. പല തെറ്റുകളുടെയും പ്രായശ്ചിത്തമായിക്കൊണ്ട് അടിമമോചനം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നിരവധി വഴികളിലൂടെ സ്വർഗം വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് നിന്റെ കൈവശമുള്ള അടിമയെ നിന്റെ സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമായി വഴിയായിക്കൊണ്ട് സ്വീകരിക്കാൻ ഇസ്ലാം നിരവധി തവണയാണ് ആവശ്യപ്പെടുന്നത്. എന്ന് മാത്രമല്ല, ഈ അടിമയായ വ്യക്തി ഒരു നല്ലവനാണെങ്കിൽ, അദ്ദേഹം സമൂഹത്തിന് ദോഷം ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ, ആ മനുഷ്യൻ ഒരു മോചന കരാർ ആവശ്യപ്പെട്ടാൽ, മുഖാത്തബ ആവശ്യപ്പെട്ടാൽ, ഈ ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം ആ കരാറിൽ ഏർപ്പെടുകയും അദ്ദേഹത്തിനോട് വിട്ടുവീഴ്ച, ഔദാര്യം കാണിക്കണമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നത് കാണാം. ഇങ്ങനെ ഇയാൾ മുഖാത്തബ എഴുതിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇയാൾക്ക് സക്കാത്ത് നൽകിക്കൊണ്ടും അതേപോലെ സദക്ക നൽകിക്കൊണ്ടുമൊക്കെ നിങ്ങൾ പുണ്യം നേടിയെടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അറിയുന്ന, ഇതൊക്കെ പഠിക്കുന്ന, അടിമമോചനം ഒരു പുണ്യമായി കരുതുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ലോക സാഹചര്യങ്ങളൊക്കെ മാറി പുതിയ ഒരു സാഹചര്യം വരികയും അവിടെ മറ്റുള്ള രാജ്യങ്ങളും നമ്മളുമായിട്ട് യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ എതിർ രാജ്യങ്ങളും അടക്കം എല്ലാവരും സ്ലേവറി ബാൻ ചെയ്യണം എന്ന ഒരു വിഷയത്തിലേക്ക് നമ്മളോട് ചർച്ചയ്ക്ക് വന്നാൽ സ്വാഭാവികമായും സന്തോഷത്തോടുകൂടി അതിൽ സഹകരിക്കുന്നതിന് മുസ്ലിം രാജ്യങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതിനുവേണ്ടി ഇസ്ലാമിക പ്രമാണങ്ങളൊക്കെ കൊണ്ട് ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ട് ഒരു ആധുനിക മനുഷ്യനാവുന്നതിന് വേണ്ടി പോയി ഒപ്പിടേണ്ട കാര്യമൊന്നുമില്ല. കാരണം മുസ്ലിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അടിമമോചനമാണ് പുണ്യമെന്നാണ്. അപ്പോൾ ഒരു മുസ്ലിം ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ ലോക സാഹചര്യത്തിൽ ഈ കരാറിൽ, അടിമത്ത നിരോധന കരാറിൽ ഒപ്പിടുന്നതിന് സൂറത്ത് മുഹമ്മദിലെ 4-ാമത്തെ ആയത്ത്, കാരണം ആ ആയത്തിലാണല്ലോ ഈ അടിമയാക്കാനുള്ള നിയമമുള്ളത്. ആ നിയമം നിങ്ങൾ നോക്കിയാൽ അവിടെ ഓപ്ഷണലായിട്ടാണ് കിടക്കുന്നത്. ആ മുസ്ലിം ഭരണാധികാരിക്ക് വിവേചനാധികാരത്തോടെ പെരുമാറാനുള്ള അനുവാദം ഇസ്ലാം അവിടെ നൽകുന്നുണ്ട്. അവിടെ ഈ ബന്ദിയെ സംബന്ധിച്ചിടത്തോളം, ഈ യുദ്ധ കുറ്റവാളിയെ
അയാളെ ബന്ദിയാക്കിയതിനു ശേഷം അയാളെ നിരുപാധികം വിടുന്നതിനോ അല്ല എങ്കിൽ മോചനദ്രവ്യം വാങ്ങി വിടുന്നതിനോ ഒക്കെയുള്ള അധികാരമുള്ളത് കൊണ്ട് അടിമത്ത നിരോധന കരാറിൽ ഒപ്പിടുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്ന് മാത്രമല്ല, ഈ കരാറിൽ ലോകാവസാനം വരെ, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതിന് മുസ്ലിം ഭരണാധികാരികൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇനി ഈ കരാറിൽ നിന്നും ഈ യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകൾ, നമുക്കറിയാം അവരൊരു നിർബന്ധിത സാഹചര്യത്തിലാണ് ഈ കരാർ ഉണ്ടാക്കിയത്, അവരതിൽ നിന്ന് പിൻവാങ്ങുകയോ അല്ല എങ്കിൽ ബൈബിളിലെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഹൂദന്മാരായിട്ടുള്ള ആളുകൾക്ക് വീണ്ടും അവർ അടിമത്തം വേണമെന്ന് പറഞ്ഞ് അവരെ യുദ്ധത്തിൽ അടിമകളെ പിടിക്കാനോ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ ഈ അടിമത്ത കരാറ് ഇല്ലാതായാൽ വീണ്ടും ഈ അടിമ സിസ്റ്റം യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള അതിനുമുള്ള വിവേചനാധികാരം മുസ്ലിം ഭരണാധികാരിക്കുണ്ട്. എന്ന് വെച്ചാൽ ഒരു മുസ്ലിം ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഈ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ അടിമത്തം അനിവാര്യമായി മറ്റ് രാജ്യങ്ങൾ കാരണം നിലവിൽ വന്നാൽ അതിൽ ഇടപെട്ടുകൊണ്ട് ആ ഒരു സിസ്റ്റം മുസ്ലിം സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാനുമുള്ള അനുവാദമുണ്ട്. അതോടൊപ്പം ഇത് ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ അതിനോട് സസന്തോഷം സഹകരിക്കാനുമുള്ള അനുവാദം ഇസ്ലാമിലുണ്ട്. എന്നാൽ ലിയാഖത്ത് അലിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർവികരില്ലാത്ത ആളുകളാണ്, അവർക്ക് മുൻഗാമികളില്ല. അവർ ഈ കാലഘട്ടത്തിൽ ആരോ ഉണ്ടാക്കി കൊടുത്ത പുതിയ സാമൂഹ്യ സാഹചര്യത്തെ ഒരു ഫാൻ ബോയ് എന്നുള്ള നിലയിൽ പ്രേമിക്കുന്ന ആളുകളാണ്. എന്നിട്ട് അവർ പറയുകയാണ് ഇതൊക്കെ നമ്മുടെ പരിപാടിയാണ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ ജാലിയൻ കണാറിൻ്റെ പോലെയുള്ള ചില ബിടലുകൾ മാത്രമാണ് എന്ന് ഈ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ആളുകൾ വിലയിരുത്തും. ഇതൊക്കെ പൊതുസമൂഹം കൃത്യമായിട്ട് വിലയിരുത്തി നിങ്ങളുടെ ആരോപണങ്ങളെ പുച്ഛിച്ച് തള്ളുന്ന സമയം അധികം വിദൂരമല്ല എന്ന് വളരെ സ്നേഹത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.